ഹലോ, അതുണ്ടല്ലോ. ഇന്ന് നമുക്ക് ഒരു ബുക്കിന്റെ വലിപ്പത്തിൽ നമ്മളിങ്ങനെ പാഡ് പോലെ ചെയ്യില്ലേ, അടിയിൽ ഇങ്ങനെ വെച്ചിട്ട് അതുപോലത്തെ ഒരു അടിപൊളി സംഭവം ഉണ്ടാകാം കേട്ടോ. അതിനുവേണ്ടി ഞാനിവിടെ ബ്ലൂ ചാർട്ടായിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് തല തിരിഞ്ഞാവും കാണുന്നുണ്ടാവുക, അത് നിങ്ങൾ കാര്യമാക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ അളവെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ മടക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഞാനിപ്പോൾ ഒരു ലൈറ്റൊക്കെ ഒരു ബ്ലൂ പോലത്തെ ചാർട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. അപ്പം ഇതുപോലെ ചെയ്ത് കൊടുക്കണം. ഞാനിത് ആക്ച്വലി കുറേ നാൾ കഴിഞ്ഞിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഞാനിവിടെ അറിയാണ്ട് മുറിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് കീറിപ്പോയി. ഇനി നമുക്കിതുപോലെ മടക്കി വയ്ക്കണം കേട്ടോ. അത് ഇതുപോലെ ഞാൻ ചെയ്യുന്നത് പോലെ മടക്കി വെച്ച് കൊടുക്കണം. ആ കീറിയത് കാണുന്നുണ്ടാവും, പക്ഷെ ഇത് കുഴപ്പമില്ല കേട്ടോ. അത് പശ തേച്ച് ഒട്ടിക്കുമ്പോൾ റെഡിയാവും. ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കറക്റ്റ് അളവിൽ കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കൊടുക്കണം. ഇനി നമുക്കിതിൽ പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. എനിക്ക് ഇവിടെ ഗ്യാപ്പ് വെച്ചാൽ ഈ ഹോള് കറക്റ്റായിട്ടില്ല, കാരണം ഹോളിൽ കൂടെ വരുന്നില്ല. ഹോൾ അടഞ്ഞേക്കാണ് പശ തങ്ങിയിരുന്നിട്ട്. അതുകൊണ്ട് ഞാനിത് ഊരിയിട്ടാട്ടോ ചെയ്യുന്നത്. ഊരി ചെയ്യുമ്പോൾ കുറേ പശ ഊരും, പക്ഷേ നമുക്കിതൊരു അത്യാവശ്യം കൂടുതൽ പശ വേണം. അതുകൊണ്ട് ഞാൻ ഇതുപോലെ ചെയ്തത്. ഇതുപോലെ നമ്മൾ നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് പശ. ഇപ്പം നമ്മുടെ പശയൊക്കെ ഇതാണ്ട് തേച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മടക്കിയിട്ട് വയ്ക്കാം, ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബാക്ക്ഗ്രൗണ്ടിൽ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടാവും, പക്ഷെ നിങ്ങളത് കാര്യമാക്കണ്ട. ഞാനിതൊരു ഈവനിങ് ടൈമിലാട്ടോ വോയിസ് ഓവേഴ്സ് കൊടുക്കാറ്. പിന്നെ എഡിറ്റ് ചെയ്യണത് ഈവനിങ് ടൈമിലാണ്, അതുകൊണ്ട് ഭയങ്കര ബഹളാട്ടോ ഇവിടെ. പിന്നെ ഈ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, അത് നിർത്തി നിർത്തി വരയ്ക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഒരു 30 സെൻറ്റിമീറ്ററിൻ്റെ അങ്ങോട്ട് സ്കെയിൽ എടുത്താൽ കുറച്ചുകൂടി നല്ലതാവും കേട്ടോ. അപ്പം നമുക്ക് ഒറ്റയടിക്ക് വരയ്ക്കാൻ പറ്റും. ഇതുപോലെ നിങ്ങൾ വരച്ചു കൊടുക്കുക. ഞാനിവിടെ ഇങ്ങനെ നമ്മൾ എത്ര വീതിയിലാണോ വേണ്ടത് അത് നമ്മൾ മെഷർ ചെയ്തിട്ട് നമ്മളിതുപോലെ വരച്ചു കൊടുക്കണം കറക്റ്റായിട്ട്. ചിലത് നമ്മൾ മെഷർ ചെയ്യാണ്ട് വരച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതാവും കേട്ടോ. എനിക്ക് മുമ്പൊക്കെ തന്നെ കുറേ ഉണ്ടാവാറുണ്ട്, പക്ഷെ ഇപ്പം അധികമില്ല കേട്ടോ. ഇതുപോലെ ഞാൻ ഓരോന്നും വരച്ചു കൊടുക്കുന്നുണ്ട്. കറക്റ്റായിട്ടുള്ളത് നോക്കിയിട്ട് വേണം കേട്ടോ വരച്ചു കൊടുക്കാൻ. ഇതുപോലെ കറക്റ്റ് നോക്കിയിട്ട് വരച്ചു കൊടുക്കണം. അപ്പോൾ ഗൈസ് ഇതുപോലെ വരച്ചു കൊടുത്തോണ്ടിരിക്കാട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ലൈനൊക്കെ കട്ട് ചെയ്യല്ല, സ്കിപ്പ് ചെയ്ത് കളയാം. ഓക്കെ, ഇനി കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് കാണണമെങ്കിൽ മാത്രം ഈ ഒരു ലൈൻ കണ്ടാൽ മതി കേട്ടോ, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഉണ്ടല്ലോ ഗൈസ്, ഇതിൽ ഞാൻ ബ്ലാക്ക് മാർക്കറാട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്.
നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം, ഭംഗി ഉണ്ടാവും കേട്ടോ. നിങ്ങളുടെ ചാർട്ടിൻ്റെ കളറുകൾ അനുസരിച്ചുള്ള മാർക്കറോ സ്കെച്ചോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പം ബ്ലാക്കാണ് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയത്, അതുകൊണ്ട് മാത്രം കേട്ടോ. പെട്ടെന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഇത് വൈറ്റ് പോലെ തോന്നും, പക്ഷെ ഞാൻ ബ്ലൂ ആണ് ഇട്ട് എടുത്തിട്ടുള്ളത്, ഒരു ലൈറ്റ് ബ്ലൂ പോലത്തെ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചാർട്ട് എടുക്കാം, ഏതായാലും ഭംഗിയുണ്ടാവും കേട്ടോ. ഇതുപോലെ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്, ഞാനൊരു ഗ്രിഡ് പോലെയാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. ഇഷ്ടമുള്ള പാറ്റേൺസ് ചെയ്യാം. ഇപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള പിക്ചർ വരച്ചിട്ടോ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഗ്രിഡാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പം നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ചോയ്സ് ആണ് കേട്ടോ അതൊക്കെ ചെയ്യേണ്ടത്. അപ്പം ഇതുപോലെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം എൻ്റെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കർ ഒട്ടിക്കാം കേട്ടോ. അപ്പം ഞാനിത് വയനാട്ടിലേക്ക് ട്രിപ്പ് പോയപ്പോൾ മേടിച്ചതാണ് ഗൈസ്. ഇതിൽ ഇങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിക്കർ പോലെ ഒരു ഷീറ്റാണ്. അതിൽ നിന്ന് ഒരു ഷീറ്റ് വിത്ത് തരും അവർ. ആ ഒരു ഷീറ്റിന് 10 രൂപയുള്ളൂ കേട്ടോ. ഞാൻ ഒരു ഷീറ്റേ മേടിച്ചുള്ളൂ, ബാക്കി ഒരു ഷീറ്റിന് ബാക്കി ഫുള്ളായിട്ടുള്ളതിന് 200 പറഞ്ഞത്. അപ്പം ഞാൻ 10 രൂപയ്ക്ക് ഒരു ഷീറ്റേ മേടിച്ചുള്ളൂ കേട്ടോ. കാരണം ഞാനിത് 200 രൂപയ്ക്ക് മേടിച്ചാൽ അതിൽ 50 ഇതുണ്ടാവും. കറക്റ്റ് കവർ സ്റ്റിക്കറിൽ 50 ഒന്നും അല്ല കേട്ടോ, പക്ഷെ ഇതിൽ 50 തന്നെ ഉണ്ട്. 50 ഫുൾ ഷീറ്റ് ഉണ്ട്, അതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വിചാരിച്ചു. ഇതൊക്കെ എവിടെ കൊണ്ടൊട്ടിക്കാനാന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഒരെണ്ണേ മേടിച്ചുള്ളൂ. അപ്പം ഞാനിത് ഇങ്ങനെ 3 കേട്ടോ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. 3 വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുകളിൽ ഒരു ഹെഡിങ് പോലെ കൊടുക്കാൻ വേണ്ടി ചെറിയൊരു പണി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ, എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് സെയിം പിക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഗൈസ് ഇതുപോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതുപോലെ ഒരു ഗ്ലിറ്റർ പെൻ പോലത്തെ സംഭവം കേട്ടോ, അത് വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ചൊരു ഭംഗി ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെയൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം. സിസേഴ്സ് വെച്ചിട്ട് ഞാനിത് ഇതുപോലെ ലെറ്റേഴ്സിൻ്റെ മുകളിൽ കൂടെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇപ്പോൾ എനിക്ക് ഇതുപോലെ കട്ട് ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രമാട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്ക്വയറിലുള്ള ആ ഒരു ഇതിൽ തന്നെ വെക്കാം, പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നിയത് ഇതാട്ടോ. അപ്പോൾ ഞാനതുകൊണ്ട് ഇതിൻ്റെ കോർണേഴ്സ് കൂർത്തിക്കുന്നതുകൊണ്ട് ഭംഗി തോന്നിയില്ല. അപ്പം ഞാനും അതും കുറച്ചും കൂടി ഇങ്ങനെ ഷേപ്പാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് എനിക്ക് തൊണ്ടവേദനയാണ് ഗൈസ്, അതുകൊണ്ട് കുറേ വാക്കുകൾ തെറ്റി പോകുന്നുണ്ട്, നിങ്ങൾ ക്ഷമിക്കുക. ഇതുപോലെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞങ്ങൾക്ക് പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഈ പശയുടെയും തുമ്പ് അടഞ്ഞേക്കാണ് ഗൈസ്, അതുകൊണ്ട് ഞാനിത് ഹോൾ ഇട്ടിട്ടാട്ടോ ചെയ്യാറത്. ഞാൻ പെന്നിൻ്റെ ഫ്രണ്ട് വശത്തോണ്ട് ഹോളിടും, അപ്പം ഇത് കറക്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും നിങ്ങൾക്ക് ക്രാഫ്റ്റ് വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഓവറോൾ ആട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അപ്പോൾ സപ്പോർട്ട് ചെയ്യണം. ബൈ.